ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്കായെടുത്ത വിശുദ്ധ വേദഭാഗം 1 കൊരിന്ത്യർക്കെഴുതിയ 9-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഈ വായിച്ചു കേട്ട വേദഭാഗത്തിൽ വാടാത്ത കിരീടത്തെക്കുറിച്ച് അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്തിലെ വിശ്വാസികളോട് പറയുന്ന ഒരു വേദഭാഗമാണ്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടം പോലെയാണ് പ്രിയമുള്ളവരെ. ജീവിതത്തിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഓട്ടം ഓടി തികച്ച് വാടാത്ത കിരീടം പ്രാപിക്കണം എന്നതായിരിക്കണം. മറന്നു കളയരുത്. അപ്പോൾ ആ വാടാത്ത കിരീടം നാം പ്രാപിക്കണമെങ്കിൽ നാം ലക്ഷ്യം തെറ്റാതെ തന്നെ ഓടണം. നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിച്ച് കളയുവാൻ പിശാച് പല പദ്ധതികൾ കൊണ്ടുവരും. അതിൽ നാം പരാജയപ്പെടരുത്. വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. ന്യായാധിപനായിരുന്ന ശിംശോൻ ദലീലയുടെ മടിയിൽ കിടന്ന് പാപം ചെയ്തു. ന്യായാധിപനായ ദൈവാത്മാവുള്ള, ദൈവകൃപയുള്ള, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശിംശോന് 3 പ്രാവശ്യം അവൻ അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സർവശക്തനായ ദൈവം, അല്ല യഹോവയായ ദൈവം അവന് അവസരം നൽകി. ശിംശോൻ തനിക്ക് ലഭിച്ച ദൈവം കൊടുത്ത അവസരത്തെ പാഴാക്കി കളഞ്ഞു. അതുപോലെ നമ്മൾ പുതിയ നിയമത്തിൽ തിമോഥെയോസ് ലേഖനം വായിക്കുമ്പോൾ ദേമാസ് ലോകത്തെ സ്നേഹിച്ചു എന്ന് പൗലോസ് അവിടെ പറയുന്നു. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് താനും പരാജയപ്പെടുവാനായിടയായി തീർന്നു. കർത്താവായ യേശു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ യൂദ പണത്തിന് വേണ്ടി താനും വീണുപോയതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അനന്യാസും സഫീറയും എന്ന് പറയുന്ന ഭാര്യ ഭർത്താവ് 2 പേരും അവരുടെ സ്വന്തം നിലം അവർ വിറ്റു. അതിൽ നിന്ന് പണം അവർ കുറേ എടുത്ത് മോഷ്ടിച്ച് വെച്ചിട്ട് അപ്പോസ്തലന്മാരോട് കള്ളം പറയുവാനായിടയായി തീർന്നു. അവർ ഫോഷ്ക്ക് പറയുവാനായിടയായി തീർന്നു. സഫീറയോട് പത്രോസ് ചോദിക്കുന്നു, ഇത്രയ്ക്കോ നിലം വിറ്റത് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ മറുപടി ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ അപ്പോസ്തലൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയുവാനിടയായി തീർന്നു, വ്യാജം പറയുവാനിടയായി തീർന്നു. അവൾ ഫോഷ്ക്ക് പറയുവാനായിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ പ്രിയമുള്ളവരെ, ജ്ഞാനിയിൽ സമ്പന്നനായ ശലോമോൻ, സമ്പത്തിൽ സമ്പന്നനായിരുന്ന ശലോമോൻ വീണുപോയി. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടിക നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ശലോമോന്റെ പേർ ചേർക്കുവാൻ സമ്മതിച്ചില്ല. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ ഓട്ടമോടി തികച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഓട്ടമോടി തികയ്ക്കണമെങ്കിൽ, നാം വിജയിക്കണമെങ്കിൽ, ഒരു ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നാം നയിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങളെ നാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചേ മതിയാകൂ. മുറുകെ പറ്റുന്ന പാപത്തെ നമ്മൾക്ക് ഉപേക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം നമുക്ക് ഒരു നാളും നമ്മളെ ഓട്ടമോടി തികയ്ക്കുവാൻ സാധിക്കുകയല്ല, ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ നാം നമ്മുടെ ഇന്ദ്രിയ ജയം പ്രാപിക്കുന്നവരായി മാറണം. ഇന്ദ്രിയ ജയം നാം പ്രാപിക്കണമെങ്കിൽ നാം കളയേണ്ടതിനെ കളയണം, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം, വെറുക്കേണ്ടതിനെ നാം വെറുക്കണം. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമായിരിക്കുന്നതിനെ നാം സ്വീകരിക്കണം, അനാവശ്യമായുള്ളതിനെ നാം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. 119 സങ്കീർത്തനം 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഇവിടെ സങ്കീർത്തനൻ പറയുന്നത്, അല്ലയോ യഹോവയായ ദൈവമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ സംഗ്രഹിച്ചു വയ്ക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവവചനം എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, അതാണ് സദൃശവാക്യം 4-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അപ്പോൾ സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ നാം കാത്തുകൊള്ളണം. ജീവൻ്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാണല്ലോ ആകുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ എല്ലായ്പ്പോഴും നാം കാത്തുകൊള്ളണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ കാത്തുകൊള്ളും. നാം കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ നാം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ നാം കാത്തുകൊള്ളുന്നവരായിരിക്കും. അതിൻ്റെ 14-ാമത്തെ 23-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അതാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥ തെളിവെന്താണ്? നാം കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. വചനത്തെ പ്രമാണിച്ച് ഞാനും നിങ്ങളും ജീവിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിതാവ് നമ്മെ സ്നേഹിപ്പാനായിടയായിത്തീരും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാ ദൈവം നമ്മോടുകൂടെ എല്ലായ്പ്പോഴും വസിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, നമുക്കൊന്നിനും മുട്ടുവരുവാൻ ഇടവരികയില്ല. ഒരു നന്മയ്ക്കും നമുക്ക് മുടക്കം വരുവാൻ ഇടവരികയില്ല. കാരണം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ ദൈവം നമ്മോടുകൂടെ വസിക്കുമ്പോൾ നമുക്ക് ഒന്നിനും ബുദ്ധിമുട്ട് വരുവാൻ ഇടവരാതോണം എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ കരുതലും കാവലും എന്നോട് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, നാം ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നാം പൂർണ്ണ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഹല്ലേലൂയ നാം ഓട്ടോടി ആമേൻ വിജയിച്ചാൽ നമുക്ക് അവസാനത്തെ നാളിൽ കർത്താവായ യേശുക്രിസ്തു ഒരു വാടാത്ത കിരീടം നമുക്ക് നൽകുന്നതായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഓടി തികയ്ക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് വാടാത്ത കിരീടമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അമയംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ആ വാടാത്ത കിരീടം പ്രാപിപ്പാൻ
നാം പൂർണ്ണ ശക്തിയോടുകൂടി ഓട്ടോടി തികയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി ഒരുക്കട്ടെ, സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. സ്നേഹനിധിയായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഓട്ടോടി തികയ്ക്കുന്നവർക്ക് ഒരു വാടാത്ത കിരീടമുണ്ട് എന്ന് ഞങ്ങൾ തിരുവചനങ്ങളിലൂടെ വായിപ്പാനായി ഇടയായി തീർന്നു. ആ വാടാത്ത കിരീടം പ്രാപിപ്പാൻ ഞങ്ങൾ ഓട്ടോടി തികയ്ക്കുന്നവരായിരിക്കാൻ കരുണാസമ്പന്നനായ ദൈവം ഞങ്ങളെ ഓരോരുത്തരെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.